ഡസ് ഇല്ലാതെ എന്ത് സംഭാഷണം? സിമ്പിൾ പ്രസൻറ്റ് എന്ന ടെൻസിൻ്റെ ഭാഗമാണ് ഡൂവിനെ പോലെ തന്നെ ഡസും. കഴിഞ്ഞ ക്ലാസ്സിൽ ഡു എങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാകുമല്ലോ. പാടുക എന്ന ക്രിയയുടെ പാടുന്നു, പാടുന്നുണ്ട്, പാടാറുണ്ട് എന്നീ സിമ്പിൾ പ്രസൻറ്റ് രൂപങ്ങളും അവയിൽ ഓരോന്നിൻ്റെയും 4 പിരിവുകൾ വീതവും, അതായത് പാടുന്നു, പാടുന്നില്ല, പാടുന്നോ, പാടുന്നില്ലേ എന്നിവയും നന്നായി പഠിച്ചിട്ടുണ്ടാകുമല്ലോ. അങ്ങനെയെങ്കിൽ ഈ ക്ലാസ്സിൽ ഡസ് പഠിക്കാം. പഠനത്തിൻ്റെ എളുപ്പത്തിനായി പാടുക എന്ന ക്രിയയുടെ രൂപങ്ങൾ തന്നെ മനസ്സിൽ നിൽക്കട്ടെ. സംശയം തോന്നുന്നെങ്കിൽ കഴിഞ്ഞ ക്ലാസ് ഒന്നുകൂടി കേട്ടു നോക്കുക. പഠിക്കുന്നിടത്തോളം അത് എത്ര കുറച്ചാണെങ്കിൽ പോലും നന്നായി മനസ്സിലുറപ്പിക്കണേ. ഇനി ഡസ് പഠിക്കാം. പറയുവാനോ എഴുതുവാനോ ഉദ്ദേശിക്കുന്ന വാക്യത്തിലെ കർത്താവിൻ്റെ അഥവാ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഹിയോ, ഷിയോ, ഇറ്റോ നിൽക്കുമ്പോൾ അതിനെ തുടർന്ന് വരുന്ന ക്രിയയുടെ ആദ്യ രൂപത്തോടൊപ്പം യെസ് എന്ന അക്ഷരമോ ഇ എസ് എന്നീ അക്ഷരങ്ങളോ ചേർക്കണം. അത് വെർബുകളെ അടിസ്ഥാനമാക്കിയിരിക്കുന്ന കാര്യമാണ്. എസ് ചേർക്കണോ ഇ എസ് ചേർക്കണോ എന്നുള്ളതൊക്കെ അത് പിന്നീട് പഠിക്കാം. ഇനി പറയുന്ന നിയമം നന്നായി മനഃപ്പാഠമാക്കണേ. കേട്ടുകൊള്ളൂ. ഹി, ഷീ, ഇറ്റ് പ്ലസ് V1 പ്ലസ് എസ് ഓർ എസ്. അതായത് സബ്ജക്റ്റ് ഹിയോ, ഷിയോ, ഇറ്റോ ആണെങ്കിൽ വെർബിൻ്റെ ആദ്യ രൂപത്തിനോടൊപ്പം യെസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം. ഇതിൽ ചോദ്യമുണ്ടാക്കാനും നെഗറ്റീവ് ആക്കാനും ഡസ് ഉപയോഗിക്കണം. ഡസിന് ശേഷം V1 വരണം. പാടുക, വിളിക്കുക, ക്ഷണിക്കുക, സന്ദർശിക്കുക, അറിയുക എന്നീ പദങ്ങളുടെ തത്തുല്യമായിരിക്കുന്ന ഇംഗ്ലീഷ് പദങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ക്രിയകൾ തന്നെ ഉപയോഗിച്ച് സംസാരിച്ചു നോക്കാം. അവൾ ഒരു പാട്ട് പാടുന്നു എന്നതാകട്ടെ ആദ്യ വാക്യം. എങ്ങനെ എഴുതാം അല്ലെങ്കിൽ എങ്ങനെ ഈ വാക്യം പറയാം എന്ന് നോക്കൂ. ആദ്യ പദം അവൾ, അതിൻ്റെ ഇംഗ്ലീഷ് പദം ഷീ അല്ലേ? അപ്പോൾ ഷീ ആദ്യം. പിന്നെന്താ ചെയ്യുക? അവസാന പദം എടുക്കണം. അവസാന പദം പാടുന്നു എന്നായതിനാൽ പാടുക എന്ന ക്രിയയായ സിങ് എന്ന പദത്തിനോടൊപ്പം യെസ് ചേർക്കണം. അപ്പോൾ സിങ്സ് എന്ന് കിട്ടും. അപ്പോൾ ഷിയോടൊപ്പം സിങ്സ്. സിങ് എന്ന ആദ്യ രൂപത്തോടൊപ്പം എസ് ചേർത്തതിൻ്റെ കാരണം അറിയാമല്ലോ, സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ടാണ്. ഇനി വാക്യത്തിലെ കർത്താവായ അവൾ അഥവാ ഷീയെ തുടർന്ന് വരുന്ന പദങ്ങൾ നോക്കാം. സബ്ജക്റ്റിനെ തുടർന്ന് നിൽക്കുന്ന ആദ്യ പദം ഒരു എന്നല്ലേ? ഒരു പാട്ട് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഒരു എന്നതിന് എ, പാട്ട് എന്നതിന് സോങ്. അപ്പോൾ എ സോങ്. ഷീ സബ്ജക്റ്റ്, സിങ്സ് അവസാന പദം, പിന്നെ സബ്ജക്റ്റിനെ തുടർന്ന് വന്നിരിക്കുന്ന എ സോങ്. അപ്പോൾ ഷീ സിങ്സ് എ സോങ് എന്ന് കിട്ടും. ഇനി അതിൻ്റെ നിഷേധരൂപം നോക്കാം. അതായത് അവൾ ഒരു പാട്ട് പാടുന്നില്ല. ചോദ്യരൂപമുണ്ടാക്കാനും നിഷേധരൂപമുണ്ടാക്കാനും ഡസല്ലേ വേണ്ടത്? നിഷേധരൂപമായി ഉപയോഗിക്കുന്നതിന് ഡസിനോടൊപ്പം നോട്ട് അല്ലെങ്കിൽ
നോട്ടിൻ്റെ ചുരുക്കരൂപമായ N' കൂടി ചേർക്കണം. ഡു പഠിച്ചപ്പോൾ മനസ്സിലാക്കിയതുപോലെ ക്രിയയുടെ സ്ഥാനത്ത് മാത്രമേ മാറ്റം വരികയുള്ളൂ. എങ്കിൽ ഷീ സിങ്സ് എ സോങ്ങിൻ്റെ നിഷേധരൂപം, അതായത് അവൾ ഒരു പാട്ട് പാടുന്നില്ല എന്ന രൂപം നോക്കൂ. അത് ഷീ ഡസൻറ്റ് സിങ് എ സോങ് എന്നാണ്. ഡസിനെ തുടർന്ന് വെർബിൻ്റെ ആദ്യ രൂപം സിങ് തന്നെ വന്നിരിക്കുന്നത് ശ്രദ്ധിച്ചുവല്ലോ. എങ്കിലിനി ഈ വാക്യത്തിൻ്റെ ചോദ്യരൂപം, അത് വളരെ എളുപ്പമാണ്. സഹായക ക്രിയ വാക്യത്തിൻ്റെ തുടക്കത്തിൽ നിന്നാൽ ചോദ്യരൂപമുണ്ടാകുമെന്ന് ആം, ഈസ്, ആ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഡുവും ഡസും സഹായക ക്രിയകൾ തന്നെയാണ്. ഐ, വി ഇവയിൽ ഏതെങ്കിലും ഒന്ന് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഡു ആദ്യം നിർത്തിക്കൊണ്ട് ചോദ്യരൂപങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ഹി, ഷീ, ഇറ്റ് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഡസ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ വാക്യം ഡസ് ഷീ സിങ് എ സോങ് എന്ന് വരും. ഇനി അവൾ ഒരു പാട്ട് പാടുന്നില്ലേ എന്ന് ചോദിക്കണമെങ്കിലോ ഡസിനോടൊപ്പം നോട്ടിൻ്റെ ചുരുക്കരൂപമായ N' ചേർത്ത് ഡസിൻ ഷീ സിങ് എ സോങ് എന്ന് മാറ്റം വരുത്തിയാൽ മതി. ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് അടുത്ത വാക്യങ്ങൾ ചെയ്തു നോക്കൂ. വാക്യം 2. അവൻ അവളെ വിളിക്കുന്നു. ആദ്യം സബ്ജക്റ്റായ അവൻ അഥവാ ഹി, എന്നിട്ട് അവസാന പദം വിളിക്കുന്നു. സബ്ജക്റ്റ് ഹി ആയതിനാൽ വിളിക്കുക എന്ന പദമായ കോളിനോടൊപ്പം യെസ് ചേർത്ത് കോൾസ് എന്ന് ഉപയോഗിക്കണം. ഇനി സബ്ജക്റ്റിനെ തുടർന്ന് വരുന്ന പദമായ അവളെ എന്നതിൻ്റെ ഇംഗ്ലീഷ് രൂപമായ ഹ ചേർക്കണം. ഇത്രയും കാര്യങ്ങൾ ആവർത്തിച്ച് മനസ്സിലുറപ്പിക്കണം. ഇനി അവൻ അവളെ വിളിക്കുന്നില്ല എന്ന് പറയാനാണെങ്കിലോ ഹി ഡസൻറ്റ് കോൾ ഹെർ. വാക്യം ഒന്നിൽ വിശദീകരിച്ച നിയമങ്ങൾ ഓർത്തു നോക്കൂ. അടുത്തതായി ചോദ്യരൂപം ഡസ് ഹി കോൾ ഹെർ. ഡസിനെ തുടർന്ന് V1 തന്നെ വരണമെന്ന കാര്യം മറക്കരുതേ. ഇനി നിഷേധ ചോദ്യരൂപം അവൻ അവളെ വിളിക്കുന്നില്ലേ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ ഡസൻറ്റ് ഹി കോൾ ഹെർ എന്നോ ഡസ് ഹി നോട്ട് കോൾ ഹെർ എന്നോ ചോദിക്കാവുന്നതാണ്. ചോദ്യം 3. അവൾ അവനെ ക്ഷണിക്കുന്നു. അവൾ ഷീയല്ലേ? ക്ഷണിക്കുന്നു ഇൻവൈറ്റ്. ഷീ ആയതുകൊണ്ട് വെർബിൻ്റെ ഫസ്റ്റ് ഫോമിൽ, അതായത് ഇൻവൈറ്റിനോടൊപ്പം ഒരു എസ് കൂടി ചേർക്കൂ. ഷീ ഇൻവൈറ്റ്സ്. ഇനി സബ്ജക്റ്റ് കഴിഞ്ഞ് വന്ന വാക്ക് അവനെ, അപ്പോൾ ഷീ ഇൻവൈറ്റ്സ് ഹിം. അവൾ അവനെ ക്ഷണിക്കുന്നില്ല. ഷീ ഡസൻറ്റ് ഇൻവൈറ്റ് ഹിം. അവൾ അവനെ ക്ഷണിക്കുന്നു. ഡസ് ഷീ ഇൻവൈറ്റ് ഹിം. അവൾ അവനെ ക്ഷണിക്കുന്നില്ലേ? ഡസൻറ്റ് ഷീ ഇൻവൈറ്റ് ഹിം. അല്ലെങ്കിൽ ഡസ് ഷീ നോട്ട് ഇൻവൈറ്റ് ഹിം. ചോദ്യം 4. അവൻ അവരെ സന്ദർശിക്കുന്നു. അവൻ എന്ന പദം ഹി. സന്ദർശിക്കുന്നു വിസിറ്റ്. ഹി സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നിന്നതുകൊണ്ട് ഒരു എസ് കൂടി ചേർത്തു. അപ്പോൾ ഹി വിസിറ്റ്സ് അവരെ, ദം. അവൻ അവരെ സന്ദർശിക്കുന്നില്ല. ഹി ഡസൻറ്റ് വിസിറ്റ് ദം. അവൻ അവരെ സന്ദർശിക്കുന്നു. ഡസ് ഹി വിസിറ്റ് ദം. അവൻ അവരെ സന്ദർശിക്കുന്നില്ലേ? ഡസൻറ്റ് ഹി വിസിറ്റ് ദം. അല്ലെങ്കിൽ ഡസ് ഹി നോട്ട് വിസിറ്റ് ദം. അടുത്ത വാക്യം അവൾക്ക് അവനെ അറിയാം. അവൾക്ക് എന്ന് ആദ്യം വരുമ്പോൾ ഷീ തന്നെ ഉപയോഗിച്ചാൽ മതി. അറിയുക എന്ന വാക്ക് നോ അല്ലേ? അവൾ എന്ന സബ്ജക്റ്റ് നിൽക്കുമ്പോൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോമിൽ എസ് വേണമല്ലോ. അപ്പോൾ ഷീ നൗസ് അവനെ, ഹിം.
അവൾക്ക് അവനെ അറിയില്ല. ഷീ ഡസൻറ്റ് നൗ ഹിം. അവൾക്ക് അവനെ അറിയാമോ? ചോദ്യരൂപമാണല്ലോ, അപ്പോൾ ഡസ് ആദ്യം. ഡസ് ഷീ നൗ ഹിം. അവൾക്ക് അവനെ അറിയില്ലേ. ഡസൻ ഷീ നൗ ഹിം. അല്ലെങ്കിൽ ഡസ് ഷീ നോട്ട് നൗ ഹിം. ഇനി ഇത്രയും കാര്യങ്ങൾ ചേർത്ത് അരുണും ആൻസിലും തമ്മിൽ സംസാരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആൻസിൽ: ഗുഡ് മോർണിംഗ് അരുൺ. അരുൺ: ഗുഡ് മോർണിംഗ്. ആൻസിൽ പറയുന്നത് കേൾക്കൂ. ഐ വാണ്ട് യുവർ ഹെൽപ്പ്. ഐ വാണ്ട് യുവർ ഹെൽപ്പ്. വാണ്ട് മീൻസ് വേണം, ആവശ്യമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഐ വാണ്ട് യുവർ ഹെൽപ്പ്. എനിക്ക് നിൻ്റെ സഹായം വേണം. ടു ഡ്രാഫ്റ്റ്. ടു ഡ്രാഫ്റ്റ് എന്നാൽ തയ്യാറാക്കുക അല്ലെങ്കിൽ എഴുതുക. എ ലീവ് ലെറ്റർ. ഒരു ലീവ് ലെറ്റർ എഴുതാൻ എനിക്ക് നിൻ്റെ സഹായം വേണം. ഇതിൽ വാണ്ട് എന്നത് വെർബിൻ്റെ ആദ്യ രൂപമാണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ തന്നെയാണ് ഈ വാക്യം എന്നത് കണ്ടല്ലോ. ഐയോടൊപ്പം വി വൺ നിൽക്കുന്നു. അരുൺ ചോദിച്ചു, വാട്ട്സ് എ പ്രോബ്ലം നൗ? ഇപ്പോഴെന്താണ് പ്രശ്നം? അതായത് എന്താ ഇപ്പോൾ ഒരു ലീവ് ലെറ്റർ വേണമെന്ന്? ആൻസിൽ പറയുന്നത് കേൾക്കൂ. മൈ ഫാദർ ഈസ് നോട്ട് വെൽ ടുഡേ. നോട്ട് വെൽ എന്നാൽ സുഖമില്ല എന്നാണ്. മൈ ഫാദർ ഈസ് ഉപയോഗിച്ചത് കണ്ടല്ലോ. മൈ ഫാദർ ഈസ് നോട്ട് വെൽ ടുഡേ. ഇന്ന് എൻ്റെ അച്ഛന് നല്ല സുഖമില്ല. ഹി നീഡ്സ് റെസ്റ്റ്. നീഡ് എന്ന വാക്കിൻ്റെ അർത്ഥവും വേണം അല്ലെങ്കിൽ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ്. ഹി നീഡ്സ് റെസ്റ്റ്. അദ്ദേഹത്തിന് വിശ്രമം വേണം. ഹി വാണ്ട്സ് മീ. അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുന്നു. വാണ്ട്സ് മീ ടു ഡ്രാഫ്റ്റ് എ ലീവ് ലെറ്റർ. ഒരു ലീവ് ലെറ്റർ തയ്യാറാക്കാൻ എന്നോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ അരുൺ പറയുന്നത് കേട്ടോ. ലെറ്റ് അസ് കാൾ ഋതു. ലെറ്റ്സ് കാൾ ഋതു. ലെറ്റ്സ് കാൾ ഋതു. നമുക്ക് ഋതുവിനെ വിളിക്കാം. ഷീ ലൈക്സ്. ലൈക്ക് ഇഷ്ടപ്പെടുക. ഷീ ലൈക്സ് അവൾക്കിഷ്ടമാണ്. ഡ്രാഫ്റ്റിംഗ് എനിത്തിങ് ഇൻ സിമ്പിൾ ഇംഗ്ലീഷ്. ഷീ ലൈക്സ് ഡ്രാഫ്റ്റിംഗ് എനിത്തിങ് ഇൻ സിമ്പിൾ ഇംഗ്ലീഷ്. സിമ്പിൾ ഇംഗ്ലീഷ് ലളിതമായിരിക്കുന്ന ഇംഗ്ലീഷിൽ, അതായത് ലളിതമായിരിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ച് എനിത്തിങ് എന്തും ഇംഗ്ലീഷിൽ ഡ്രാഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതി തയ്യാറാക്കുക അവൾക്കിഷ്ടമാണ്. ഷീ ലൈക്സ് അവൾ ഇഷ്ടപ്പെടുന്നു. ഡ്രാഫ്റ്റിംഗ് എനിത്തിങ് എന്ത് ഡ്രാഫ്റ്റ് ചെയ്യുന്നതും അവൾക്കിഷ്ടമാണ് സിമ്പിൾ ഇംഗ്ലീഷിൽ. അതുകൊണ്ട് ലെറ്റ്സ് കോൾ ഋതു. നമുക്ക് ഋതുവിനെ വിളിക്കാം. ആൻസിൽ പറഞ്ഞു, ഓക്കെ യു കോൾ ഹെർ. നീ വിളിക്ക്. യു നീ, കോൾ ഹെർ നീ അവളെ വിളിക്ക്. നീ അവളെ വിളിക്ക്. അരുൺ കാൾസ് ഋതു. അരുൺ ഋതുവിനെ വിളിക്കുന്നു. ഋതു കംസ് ഇൻ. ഋതു അകത്തേക്ക് വരുന്നു. അവർ നിൽക്കുന്നിടത്തേക്ക് വരുന്നു. അപ്പോൾ അരുൺ ഋതുവിനോട് പറയുന്നത് കേട്ടെ. ആൻസിൽ വാണ്ട്സ് ടു ഡ്രാഫ്റ്റ് എ ലീവ് ലെറ്റർ ഫോർ ഹിസ് ഫാദർ. ആൻസിൽ വാണ്ട്സ് ടു ഡ്രാഫ്റ്റ് എ ലീവ് ലെറ്റർ. ഒരു ലീവ് ലെറ്റർ തയ്യാറാക്കാൻ ആൻസിൽ ആഗ്രഹിക്കുന്നു. അപ്പോൾ വാണ്ട് എന്ന വാക്കിന് വേണം, ആവശ്യമുണ്ട്, ആഗ്രഹിക്കുന്നു എന്നൊക്കെ മീനിങ് ആകാം, എന്നൊക്കെ അർത്ഥമാകാം. അരുൺ പറഞ്ഞതാണ് ആൻസിൽ വാണ്ട്സ് ടു ഡ്രാഫ്റ്റ് എ ലീവ് ലെറ്റർ. ഒരു ലീവ് ലെറ്റർ തയ്യാറാക്കണമെന്നാണ് ആൻസിൽ ആവശ്യപ്പെടുന്നത്. ഫോർ ഹിസ് ഫാദർ.
ഫോർ മീൻസ് വേണ്ടി. വേണ്ടി. അവൻ്റെ അച്ഛന് വേണ്ടി ഒരു ലീവ് ലെറ്റർ തയ്യാറാക്കണമെന്നാണ് അവൻ ആവശ്യപ്പെടുന്നത്. പ്ലീസ് ഹെൽപ്പ് ഹിം. ദയവായി ഹെൽപ്പ് സഹായിക്കൂ. ഹിം അവനെ. നീ അവനെ ഒന്ന് സഹായിക്കൂ. ഋതു ഫേസിങ് അനിൽ. ആൻസിൽ ഫേസിങ് ആൻസിൽ. ആൻസിലിനെ ഫേസ് ചെയ്യുക എന്നാൽ അഭിമുഖീകരിക്കുക. ആൻസിലിനെ ഫേസ് ചെയ്തുകൊണ്ട് ഋതു ചോദിക്കുന്നത് കേട്ടെ. ഡോണ്ട് യു നോ. ഡു ആദ്യം നിൽക്കുന്നത് കണ്ടോ? അപ്പോഴത് ചോദ്യരൂപമല്ലേ? ഡോണ്ട് യു നോ, നിനക്കറിയില്ലേ, നിഷേധ ചോദ്യരൂപമാണ്. ഹൗ ടു ഡ്രാഫ്റ്റ് എ ലീവ് ലെറ്റർ. ഒരു ലീവ് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ? അപ്പോൾ നീ എന്ന് പറയാനും നിങ്ങൾ എന്ന് പറയാനുമൊക്കെ യു തന്നല്ലേ? ഇംഗ്ലീഷിലാകുമ്പോൾ അത് ബഹുമാന പുരസ്സരം പറയുന്നതിനും യു തന്നെ ഉപയോഗിക്കും. ഡു യു നോ? അപ്പോൾ ഡോണ്ട് യു നോ. ഡോണ്ട് യു നോ ഹൗ ടു ഡ്രാഫ്റ്റ് എ ലീവ് ലെറ്റർ. എങ്ങനെയാണ് ലീവ് ലെറ്റർ തയ്യാറാക്കേണ്ടതെന്ന് നിനക്കറിയില്ലേ? ആൻസിൽ ഒന്ന് പരുങ്ങുന്നു. ആൻസിൽ പറഞ്ഞു, ഐ നോ ഇറ്റ്. എനിക്ക് അതറിയാം. ഐ നോ, എനിക്കറിയാം. ഇറ്റ്, അത്, എനിക്കതറിയാം. ബട്ട്, പക്ഷേ. ഋതു ഓക്കെ. ഡോണ്ട് ട്രൈ ടു എക്സ്പ്ലെയിൻ. ഡോണ്ട് ട്രൈ. ട്രൈ എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രമിക്കുക എന്നാണ്. ഡോണ്ട് ട്രൈ ടു എക്സ്പ്ലെയിൻ, വിശദീകരിക്കാൻ ശ്രമിക്കണ്ട. ആൻസലിൻ്റെ ആ പരുങ്ങൽ ഋതുവിന് നന്നായി മനസ്സിലായി എന്ന് സാരം. ഋതു പറഞ്ഞു, ഡോണ്ട് ട്രൈ, ശ്രമിക്കണ്ട. ടു എക്സ്പ്ലെയിൻ, വിശദീകരിക്കാൻ ശ്രമിക്കണ്ട. ആൻസൽ പെട്ടെന്ന് പറഞ്ഞു, ദെൻ ഹെൽപ്പ് മീ നൗ. ദെൻ, എങ്കിൽ, ഹെൽപ്പ് മീ നൗ, ഇപ്പോഴെന്നെ സഹായിക്കൂ. ദെൻ ഹെൽപ്പ് മീ നൗ. ഋതു, വി നീഡ് ഓൺലി 3 sentences for it. വി നീഡ്, നമുക്കാവശ്യമുള്ളത് ഓൺലി 3 sentences, വെറും 3 വാക്യങ്ങൾ മാത്രമാണ്. ഫോർ ഇറ്റ്. ഫോർ മീൻസ് വേണ്ടി, അതിനു വേണ്ടി. അതായത് അത്തരമൊരു കത്ത് തയ്യാറാക്കാൻ നമുക്ക് 3 വാക്യങ്ങൾ മതി. ഋതു പറഞ്ഞു, വി നീഡ് ഓൺലി 3 sentences for it. പ്ലീസ് ടേക്ക് ഡൗൺ ദ സെൻറ്റൻസസ്. ഋതു ആൻസലിനോട് പറയുന്നു, പ്ലീസ് ടേക്ക് ഡൗൺ. ടേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എഴുതുക. ടേക്ക് ഡൗൺ എന്നാൽ റൈറ്റ് അഥവാ എഴുതുക. പ്ലീസ് ടേക്ക് ഡൗൺ ദ സെൻറ്റൻസസ്. ആ വാക്യങ്ങൾ എഴുതിയെടുക്കൂ. എന്നിട്ട് ഋതു പറഞ്ഞു, ഐ ഫീൽ സിവിയർ ഹെഡേക്ക്. ഫീൽ അനുഭവപ്പെടുക, തോന്നുക. സിവിയർ കടുത്ത, ഹെഡേക്ക് തലവേദന. അപ്പോൾ ആൻസലിൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു കത്ത് തയ്യാറാക്കിയാണ് അയക്കേണ്ടത്. അപ്പോൾ ലീവ് ലെറ്റർ 3 വരികളിൽ തയ്യാറാകുന്നത് കേൾക്കൂ. ഐ ഫീൽ സിവിയർ ഹെഡേക്ക്. എനിക്ക് കടുത്ത തലവേദന അനുഭവപ്പെടുന്നു. സിവിയർ എന്ന് പറഞ്ഞാൽ കടുത്ത, ഹെഡേക്ക് തലവേദന. ഐ ഫീൽ സിവിയർ ഹെഡേക്ക്. ഐ ആം നോട്ട് ഏബിൾ. എനിക്ക് കഴിയുന്നില്ല. ഐ ആം നോട്ട് ഏബിൾ ടു അറ്റൻഡ് മൈ ഡ്യൂട്ടി ടുഡേ. ഇന്ന് എൻ്റെ ഡ്യൂട്ടി അറ്റൻഡ് ചെയ്യാൻ, അതായത് ഡ്യൂട്ടി ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല.
ഐ ഫീൽ സിവിയർ ഹെഡേക്ക്. എനിക്ക് കടുത്ത തലവേദന അനുഭവപ്പെടുന്നു. ഐ ആം നോട്ട് ഏബിൾ ടു അറ്റൻഡ് മൈ ഡ്യൂട്ടി ടുഡേ. ഇന്ന് ഡ്യൂട്ടി അറ്റൻഡ് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. പ്ലീസ് ഗ്രാൻറ്റ് മീ. ഗ്രാൻറ്റ് അനുവദിക്കുക. പ്ലീസ് ഗ്രാൻറ്റ് മീ ലീവ് ഫോർ ദ ഡേ. ഇന്നത്തേക്ക് ദ ഡേ എന്ന് പറയുമ്പോൾ ആ ദിവസം, ഇത് പറയുന്ന ആ ദിവസം. എനിക്ക് ദയവായി, പ്ലീസ് മീൻസ് ദയവായി, ഗ്രാൻറ്റ് അനുവദിച്ചാലും, പ്ലീസ് ഗ്രാൻറ്റ് മീ ലീവ്, ദയവായി എനിക്ക് അവധി അനുവദിച്ചാലും, ഫോർ ദ ഡേ ഇന്നത്തേക്ക് അവധി അനുവദിച്ചാലും. ഇത്രയും മാത്രം മതി. ഈ 3 വരികൾക്ക് താഴെ ഒപ്പിടുന്നു. കൊടുക്കുന്ന ആളുടെ പേര്, സ്ഥാനം, എന്ത് ജോലിയാണോ അത് എഴുതുന്നു. ഈ 3 വരികൾക്ക് മുകളിലായിട്ട് ആർക്കാണോ നമ്മളിത് കൊടുക്കുന്നത് ആ ആളിനെ അഡ്രസ്സ് ചെയ്യുന്നു, ആ ആളിൻ്റെ പേരിൽ കൊടുക്കുന്നു. ഇത്രമാത്രം. 3 വരികൾ പറഞ്ഞു കൊടുത്തിട്ട് ഋതു പറഞ്ഞു, ലെറ്റ് യുവർ ഫാദർ സെൻഡ് ദീസ് 3 sentences ടു ഹിസ് ഓഫീസർ. ലെറ്റ് യുവർ ഫാദർ സെൻഡ്. സെൻഡ് മീൻസ് അയക്കുക. നിങ്ങളുടെ അച്ഛൻ ദീസ് 3 sentences, ഈ 3 വാക്യങ്ങൾ, ടു ഹിസ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ ഓഫീസറിന് അയക്കട്ടെ. ലെറ്റ് യുവർ ഫാദർ സെൻഡ്, നിങ്ങളുടെ അച്ഛൻ അയക്കട്ടെ. ഈ 3 വാക്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓഫീസറിന് അയച്ചു കൊടുക്കട്ടെ. ആൻസിൽ പറഞ്ഞു, താങ്ക് യു ഋതു, നന്ദി. ഋതു മറുപടിയായി പറഞ്ഞു, വെൽക്കം. നന്ദി പറയുന്നു. ഋതു അതിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച ആം ഈസ് ആ ഉപയോഗിച്ച് സിമ്പിൾ പ്രസൻറ്റിലെ ഡു ഡസ് ഉപയോഗിച്ച് ഒരു ലീവ് ലെറ്റർ എങ്ങനെ തയ്യാറാക്കി എന്ന് കണ്ടില്ലേ? ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ, ഈ പഠിച്ച കാര്യങ്ങൾ വച്ചുകൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ സാധിക്കും. പഠിച്ചിടത്തുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് മനസ്സിലുറപ്പിക്കുക. ഇത്തരം വരികൾ, വാക്യങ്ങൾ എഴുതി നോക്കുക. ശേഷം അടുത്ത ക്ലാസ്സിൽ